നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 27 ബുധനാഴ്ച. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സ്വാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കേരള എൻട്രൻസ് അപേക്ഷ ഇന്നു മുതൽ. CUET അപേക്ഷ 31 വരെ നീട്ടി. ഐസർ അഡ്മിഷന് പരീക്ഷ ജൂൺ 9. ഇന്നത്തെ മലയാള മനോരമ പത്രം പരിശോധിക്കുന്നവർക്ക് ഒന്നാമത്തെ പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു: കേരള എൻട്രൻസ് അപേക്ഷ ഇന്നു മുതൽ. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇന്നു മുതൽ ഏപ്രിൽ 17 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട സൈറ്റ് www.ce.kerala.gov.in. ഇതേ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കേണ്ട രേഖകൾ ഇന്നത്തെ വിദ്യാഭ്യാസം പേജിൽ മറ്റൊരു സബ് ഹെഡിങ്ങോടുകൂടി പ്രധാനമായിട്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ്: കേരള എൻട്രൻസ് രേഖകൾ സമർപ്പിക്കണം. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അപേക്ഷയ്ക്കൊപ്പം SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, ജനന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ഒപ്പ് എന്നിവയും സമർപ്പിക്കണം. മെഡിക്കൽ അനുബന്ധ പ്രവേശനത്തിന് നീറ്റും, ആർക്കിടെക്ചറിന് നാറ്റ പരീക്ഷയും യോഗ്യതകൾ നേടണം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഒരിക്കൽ കൂടി www.ce.kerala.gov.in. സംശയ നിവാരണത്തിന് ബന്ധപ്പെടേണ്ട നമ്പർ 0471252530. ഇനി മറ്റൊരു വാർത്ത അതുപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുകയാണ്: CUET UG 31 വരെ രജിസ്റ്റർ ചെയ്യാം. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രവേശനത്തിനുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG രജിസ്റ്റർ ചെയ്യാനുള്ള തീയതി 31 വരെ നീട്ടി. രജിസ്ട്രേഷൻ നടപടികൾ ഇന്നലെ അവസാനിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 31 രാത്രി 9:50 വരെ രജിസ്റ്റർ ചെയ്യാം. മെയ് 15 മുതൽ 21 വരെയാണ് പരീക്ഷ. വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി CUETUG.NTA.online.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ദീപിക പത്രം പരിശോധിക്കുമ്പോൾ ഇതേ വാർത്ത തന്നെ പ്രാധാന്യത്തോടുകൂടി ദീപിക റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ദീപികയുടെ 5-ാമത്തെ പേജിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി കൂടുതൽ വിശദാംശത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത: CUET UG അപേക്ഷാ തീയതി നീട്ടി. ദീപിക ഈ 2 വാർത്തകളും കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ജന്മഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത, എന്നാൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയാണ് ഇന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ഐസറുകളിൽ +2കാർക്ക് പഞ്ചവത്സര BSMS അഭിരുചി പരീക്ഷ ജൂൺ 8. ഇത് മുഖ്യധാരാ പത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയാണ്. ഇന്ന് ജന്മഭൂമി പത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വിശദാംശങ്ങളടങ്ങിയ വിജ്ഞാപനം പരിശോധിക്കുന്നതിന് www.iceradmission.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഏപ്രിൽ 1 മുതൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഐസറുകൾ തിരുവനന്തപുരം, തിരുപ്പതി, പൂനെ, മൊഹാലി, ഭോപ്പാൽ, ബെർഹാംപൂർ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ. ഐസർ ഭോപ്പാലിൽ 4 വർഷത്തെ BS പ്രോഗ്രാമിലും പ്രവേശനം. അതായത് ശാസ്ത്ര വിഷയങ്ങളിൽ +2 വിജയിച്ചവർക്കും ഫൈനൽ യോഗ്യതാ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കുമാണ് അവസരം. 60% കുറയാതെ മാർക്ക് നേടിയിരിക്കണം. ജൂൺ 9 രാവിലെ 9 മണിക്ക് ദേശീയ തലത്തിൽ നടത്തുന്ന ഐസർ അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. +2 തലത്തിൽ ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ 3 എണ്ണമെങ്കിലും പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ അധിഷ്ഠിത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്
ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ 60 ചോദ്യങ്ങളുണ്ടാവും. ഇതേപ്പറ്റിയുള്ള വിശദാംശങ്ങൾ, ക്ലാസ്സുകൾ, പ്രോഗ്രാമുകൾ, സീറ്റിൻ്റെ എണ്ണം, അപേക്ഷാ രീതി തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം അടങ്ങിയ വ്യക്തമായ ഒരു വാർത്തയാണ് ഇന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.